ഇനി നമ്മൾ അതിഥി വിശേഷത്തിലേക്ക് പോവുകയാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം നേടിയ തിരുവനന്തപുരം സ്വദേശി നിസ ഉണ്ണിരാജനാണ് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം നിസ, ന്യൂസ് 3യിലേക്ക്. താങ്ക് യു സോ മച്ച്. 7ാമത്തെ പരിശ്രമത്തിലാണ് വിജയിച്ചത്, അതും 40ാമത്തെ വയസ്സിൽ. അതിൻ്റെ ഒരു സന്തോഷം അത് എത്രത്തോളം ഉണ്ട്? ആ എക്സൈറ്റ്മെന്റ് ഞങ്ങളുമായി എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? ഈ റിസൾട്ട് വരുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അങ്ങനെ ഒരു ഇൻട്രോ തന്നതിന്. റിസൾട്ട് വന്നപ്പം ഞാൻ എൻ്റെ ഓഫീസിലായിരുന്നു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു റിസൾട്ട് വന്നത്. എൻ്റെ ഒരു മെൻറ്ററാണ് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ആണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. കൺഗ്രാജുലേഷൻസ് നിസ എന്നായിരുന്നു ആ മെസ്സേജ്. ഞാൻ ചോദിച്ചു എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ റിസൾട്ട് പോയി ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്തപ്പം ആദ്യം എനിക്ക് അങ്ങനെ വലിയൊരു ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും അല്ല. പേര് വന്നു എന്ന് പറഞ്ഞ് ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനുശേഷം ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. ഓഫീസിൽ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. അത് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 1-2 പേര് എന്നോട് വന്ന് ചോദിച്ചു, ഏതെങ്കിലും പരീക്ഷ എഴുതിയിരുന്നോ? അപ്പോൾ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇതറിഞ്ഞു. ഞാനത് ശരിക്കും ആരോടും പറയാതിരുന്ന കാര്യം. ഇതിപ്പോൾ എൻ്റെ പേര് ആര് സെർച്ച് ചെയ്യാനാ? ആരും സെർച്ച് ചെയ്യത്തില്ലായിരിക്കും എൻ്റെ പേര്. അറിയുന്നില്ലെങ്കിൽ അറിയണ്ട, ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. സോ അതായിരുന്നു എൻ്റെ ആദ്യത്തെ റെസ്പോൺസ്. ഐ വാസ് ഓക്കെ. വലിയ എക്സൈറ്റഡോ അങ്ങനെ വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മേനെയും ഹസ്ബൻഡിനെയും വിളിച്ച് പറഞ്ഞു. എന്നിട്ട് ഞാൻ സമാധാനമായിട്ടിരുന്ന് ജോലി ചെയ്യുമായിരുന്നു. ഓക്കെ, താങ്കൾക്ക് അത്രയും എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു എന്ന് പറയുന്നു. എങ്കിലും കുടുംബത്തിലേക്ക് വിളിച്ചു പറഞ്ഞു, അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഈ വിജയത്തിൽ? അച്ഛനും അമ്മയും ഭയങ്കര സന്തോഷമായിരുന്നു, ഹസ്ബൻഡും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എൻ്റെ കുട്ടികളോട് പറഞ്ഞപ്പോൾ അവർക്ക് അമ്മ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തു എന്നല്ലാതെ അതിനിപ്പോൾ എന്താ എന്ന് മാത്രം അമ്മ ഹാപ്പിയാണ്. അമ്മ അവർക്ക് ട്രീറ്റ് വേണം, മിഠായി വേണം, കേക്ക് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതാണ്, കുഞ്ഞുങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു പോയെങ്കിലും അവരെക്കുറിച്ച് വിശദമായിട്ട് കുടുംബത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? എനിക്ക് 2 കുട്ടികളാണ്, 2 പെൺകുട്ടികളാണ്. മൂത്തയാൾക്ക് 11 വയസ്സും ഇളയ ആൾക്ക് 7 വയസ്സുമാണ്. കേന്ദ്രീയ വിദ്യാലയ പള്ളിപ്പുറത്തെ വിദ്യാർത്ഥിനികളാണ് 2 പേരും. പിന്നെ ഹസ്ബൻഡ് അരുൺ സുധാകരൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, പിന്നെ എൻ്റെ മദർ ഇൻ ലോയും ഉണ്ട്. ഇതാണ് എൻ്റെ കുടുംബം. ഓക്കെ, ഒരുപാട് അധ്വാനം വേണ്ട ഒരു മേഖലയാണ്, എന്നാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ താങ്കൾക്കുണ്ട് താനും. ഇതിനിടയിൽ ഈ പഠിത്തത്തിന് സമയം കണ്ടെത്തിയത് എങ്ങനെയാണ്? എപ്പോഴായിരുന്നു പഠിച്ചിരുന്നത്? എൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത് പഠിക്കാനായിട്ട്. ഒന്നുകിൽ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി പഠിക്കുക, അല്ലെങ്കിൽ പഠിത്തം നിർത്തുക. ഈ 2 ഓപ്ഷൻ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്, എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി പഠിക്കുക. അതിൽ എനിക്ക് ആദ്യം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഓഫീസിലോട്ടുള്ള യാത്രകളാണ്. ഒരു 45 മിനിറ്റ് തൊട്ട് 1 hour, 1 മണിക്കൂർ വരെ എനിക്ക് കിട്ടും. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ സീറ്റ് ട്രെയിനിലിരിക്കാൻ കിട്ടും. ഇരുന്നാലും നിന്നാലും ഒക്കെ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പേപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം ഉണ്ടാവും. ഞാൻ കംപ്ലീറ്റ്ലി സറൗണ്ടിങ്സുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടിരുന്ന് ആ പത്രമോ അല്ലെങ്കിൽ ആ പുസ്തകമോ വായിച്ചിരിക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആരടുത്തെങ്കിലും സംസാരിക്കും. സോ ദാറ്റ് അവരുടെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒന്നറിയാൻ വേണ്ടി. ഞാൻ ഏത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ പിന്നിൽ അതെനിക്ക് എങ്ങനെയെങ്കിലും പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുമോ, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും എനിക്കത് ഇൻ്റർവ്യൂവിന് ഉപയോഗപ്പെടുമോ എന്ന് ഞാൻ നോക്കുമായിരുന്നു. അങ്ങനെ ഓരോ നിമിഷവും ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രയും അങ്ങനെയൊന്നും കിട്ടാറില്ലായിരുന്നു. പക്ഷേ ആ ട്രെയിനിലെ പഠിത്തം എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടുമായിരുന്നു. ആ ഒരു 45 മിനിറ്റ് ഞാൻ ഡെയിലി ആ ഒരു റുട്ടീൻ അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും 7ാമത്തെ തവണയാണ് സിവിൽ സർവീസിലേക്ക് എത്താൻ സാധിച്ചത്. 6ാം തവണ പരാജയപ്പെട്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും ഇഷ്ടമില്ലാത്തൊരു സമയമാണ്. 6ാമത്തെ അറ്റംപ്റ്റ് ഞാൻ ശരിക്കും ഞാൻ തീരുമാനിച്ചിരുന്നു, ഇനി എനിക്കിത് കൊടുക്കാനായിട്ടുള്ളൊരു
എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അത്രയ്ക്ക് ഡിസ്ട്രോട്ടായിരുന്നു ആ ഒരു അറ്റംപ്റ്റിലെ ഫെയിലിയർ എനിക്ക്. അവിടെ വെച്ച് ഞാൻ നിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ പല സ്ഥലത്തു നിന്നും ഉണ്ടായി. ഞാൻ നിർത്താൻ തീരുമാനിച്ചപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോടൊരു ചോദ്യം ചോദിച്ചു. നീ ഇപ്പോൾ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, നീ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളിയാക്കലും കുത്തുവാക്കുകളും ഒക്കെ കേട്ടിട്ടാണ് നീ ഇത് നിർത്തി വയ്ക്കാൻ പോകുന്നത്. നിനക്ക് അങ്ങനെ ഇറങ്ങണോ, അത് നിനക്ക് ഒരു അറ്റംപ്റ്റും കൂടെ കൊടുത്തിട്ട് ഇനി ഇതെന്താകും എന്ന് നോക്കിയിട്ട് ഇറങ്ങണോ? അപ്പോഴും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ചോദ്യം എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയും കളിയാക്കൽ കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഞാനിങ്ങനെ, ഇത്രയും കളിയാക്കലും ഇത്രയും വിഷമിച്ച് ഇങ്ങനെ ഇത് നിർത്തി വെക്കാനാണോ ഞാൻ ഇത്രയും നാൾ പഠിച്ചത്? ഞാൻ വേറൊരു സ്റ്റോറി ആവത്തില്ലേ? നമ്മൾ സിവിൽ സർവീസ് ട്രൈ ചെയ്തു, അത് കിട്ടിയില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല എന്നൊരു സ്റ്റോറിയിൽ ഒരാളാകണോ, അതോ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിച്ചിട്ടൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി പടിയിറങ്ങുന്നതാണോ നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും വളരെ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു അറ്റംപ്റ്റ് ഞാൻ കൊടുത്തത്. നിസ, താങ്കൾ പറഞ്ഞത് വെച്ച് ഒരുപാട് പേരിങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെയുള്ളൊരു മറുപടിയായി വിജയത്തെ കാണുന്നുണ്ടോ? ഒപ്പം ഈ ഒരു പ്രതിസന്ധിയിലൂടെ, അല്ലെങ്കിൽ ഈ താങ്കൾ അനുഭവിച്ചതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? അത് നമ്മളുടെ പാസ്റ്റ് അല്ല ശരിക്കും നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തീരുമാനിച്ചിറങ്ങുവാണ് ഒരു കാര്യം ചെയ്യണമെന്നുള്ളത്. അത് മറ്റുള്ളവരെ ദ്രോഹിക്കാത്തൊരു കാര്യമാണെങ്കിൽ, നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിലും, നിങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ പോലും അവരെ കഴിയുന്നത്ര പിന്തിരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആർക്കുമുള്ളൊരു മറുപടിയൊന്നുമല്ല എൻ്റെ ഈ ഒരു വിജയം, അങ്ങനെയായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത് ഒരുപാട് പേർക്ക് പ്രചോദനമാകുകയാണെങ്കിൽ എനിക്കത് വളരെ സന്തോഷം ഉള്ളൊരു കാര്യമാണ്. കാര്യം ഈ ഒരു അവസ്ഥയിൽ നിന്നിട്ട് എന്നെ ഇവിടെ എത്തിച്ചത്, എത്തിച്ചതിൽ എൻ്റെ വിൽ പവറിന് ഒരു വലിയ പങ്കുണ്ട്. പിന്നെ എൻ്റെയോടൊപ്പം കുറച്ച് പേര് നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് 2-3 നല്ല മെൻറ്റേഴ്സിനെ കിട്ടി. അപ്പോൾ എൻ്റെ തെറ്റുകൾ എന്താണെന്ന് എനിക്ക് ഇപ്രാവശ്യം പോയിൻ്റ് ഔട്ട് ചെയ്തു തരാൻ കുറച്ച് ആൾക്കാരെ എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് സംസാരിക്കാനായിട്ട് എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ വന്നാൽ പോലും നമുക്കത് തരണം ചെയ്യാനായിട്ട് ഒരു 2-3 പേരെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താണെന്ന് നമ്മൾക്കൊരു ബോധം, നമുക്ക് നന്നായിട്ട് നമ്മളെക്കുറിച്ചൊരു പിക്ചർ വേണം. നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മളുടെ വീക്ക്നെസ് എന്താണ് എന്ന് നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ അധികം ബാധിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ തിരിച്ചറിയണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ കഴിഞ്ഞ 6 പരാജയങ്ങളെക്കുറിച്ച് ഒന്ന് ഓർത്താൽ, തൊട്ടടുത്തെത്തിയിട്ട്, വിജയത്തിന് തൊട്ടടുത്തെത്തിയിട്ട് കിട്ടാതെ പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ അറ്റംപ്റ്റിൽ അങ്ങനെയാണ്. ലെസ് ദാൻ 2 മാർക്സിനാണ് എനിക്ക് പോയിട്ടുള്ളത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിരുന്നു. പിന്നെ അത് ഓൾമോസ്റ്റ് എല്ലാ ആസ്പിറൻസും, സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്, തൊട്ടടുത്തെത്തിയിട്ട് കിട്ടാതെ പോകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ റാങ്ക് കിട്ടിയിരിക്കുന്നത് 1000 റാങ്ക്. ഇനിയും മെച്ചപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് കരുതി ഇനിയും പരീക്ഷ എഴുതോ? ഇനിയൊരു അറ്റംപ്റ്റിന് താങ്കൾ ശ്രമിക്കുന്നുണ്ടോ? എനിക്ക് ഇനി അവസരങ്ങളുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിന് ഞാനൊന്ന് ഭാഗപ്പെടുത്തി എടുത്തിട്ടില്ല ഈ എക്സാമിന് വീണ്ടും ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട്. അതിന് കുറച്ചും കൂടെ ഇനി ഞാൻ കറേജ് സംഭരിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. ഈ സിവിൽ സർവീസിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. പക്ഷെ എന്ന് മുതലാണ്, അല്ലെങ്കിൽ എന്നായിരുന്നു ഈ സിവിൽ സർവീസ് എന്നൊരു സ്വപ്നം മനസ്സിലേക്ക് കയറിക്കൂടി? ആ ദിവസം ഓർക്കുന്നുണ്ടോ? ആ ഒരു ദിവസത്തിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എൻ്റെ അമ്മ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ രണ്ടാമത്തെ കുട്ടി ജനിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു സിവിൽ സർവീസ് ട്രൈ ചെയ്യാമെന്ന് ശരിക്കും വിചാരിക്കുന്നത്.
അപ്പോൾ ഈ കുഞ്ഞുണ്ടായിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, രാത്രിയൊക്കെ ഉറങ്ങാൻ പാടായിരിക്കും. ആ സമയത്ത് യൂട്യൂബ് ചാനൽസും ഒക്കെ ഇങ്ങനെ വെറുതെ നോക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു ഒരു ചാനലിൽ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങിയത്. അതായത് എന്താണ്, വാട്ട് ഡു യു വോണ്ട് ടു ബിക്കം, സോ വാട്ട് ഡു യു വോണ്ട് ടു ബി നോൺ ഫോർ. അത് നിങ്ങളുടെ അച്ഛൻ ഇതായിരിക്കാം, നിങ്ങളുടെ അമ്മ ഇതായിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ഇതായിരിക്കാം, പക്ഷെ നിങ്ങൾ ഏത് ലേബലിലാണ് അറിയപ്പെടാൻ ഇഷ്ടം എന്നെനിക്ക് തോന്നി. അങ്ങനെ ഒരു ചോദ്യം ഉള്ളൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, എന്തായിരുന്നു എൻ്റെ ഇഷ്ടം. അതെ, എൻ്റെ ഒരു സമയത്തെ ഇഷ്ടം ഈ സിവിൽ സർവീസ് പെർസ്യൂ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഒന്ന് രാത്രി അമ്മ എൻ്റെ കൂടെ കിടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ എനിക്കിത് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അമ്മ ആദ്യം അത് മൈൻഡ് ചെയ്ത പോലും ഇല്ല. അമ്മ പറഞ്ഞു, ഇതെന്താ ഇപ്പം ഈ 35-ാം വയസ്സിൽ നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നിനക്കറിഞ്ഞൂടെ, കൂടെ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ നീ 12-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജനിച്ച പിള്ളേരാണ്. ഞാൻ പറഞ്ഞു ശരിയാണ്, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്താ. അപ്പോൾ പറഞ്ഞു, നീ അങ്ങനെ ഒരു സ്റ്റോറി എങ്കിലും കേട്ടിട്ടുണ്ടോ, അങ്ങനെ ആരെങ്കിലും ചെയ്തതായിട്ട് നിനക്കറിയാമോ. പറഞ്ഞു ഇല്ല, എനിക്കറിയില്ല. അത്രയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ്. മുന്നിൽ ഒരാളുണ്ട് എങ്കിൽ നമുക്ക് പോകാനുള്ള വഴി കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിന് എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞ ഒരു കാര്യം അമ്മ ബ്രഷ് ഓഫ് ചെയ്തിരുന്നെങ്കിലും അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഞാൻ പിന്നെ അതിൻ്റെ പുറകിൽ പതുക്കെ പോകാൻ തുടങ്ങി. അതാണ് അതിൻ്റെ തുടക്കം. അതെ, അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തൊരു ചോദ്യമാണ്. അമ്മ, ഭാര്യ, മകൾ, മരുമകൾ, അങ്ങനെ ഒരുപാട് റോളുകൾ ഉണ്ടായിരുന്നു നിസയുടെ മുമ്പിൽ. ഈ പഠന സമയത്ത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള റോൾ ഏതായിരുന്നു? പഠിത്തത്തിന് ഇടയ്ക്ക് ഏറ്റവും എളുപ്പമുള്ള റോള് ഞാൻ പറഞ്ഞു തരാം. മകൾ എന്നുള്ള റോളായിരുന്നു എനിക്ക് ഏറ്റവും എളുപ്പമുള്ളത്. ബിക്കോസ് അത് തന്നെയായിരുന്നു ഏറ്റവും എളുപ്പമുള്ളത്. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള റോളെന്ന് പറയുന്നത് ഒരു അമ്മ എന്ന നിലയിലുള്ള റോളായിരുന്നു. ആ റോള് എനിക്ക് ഒരിക്കലും എൻ്റെ മക്കളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല എന്തിനാണ് അമ്മ ഇത് പഠിക്കുന്നതെന്ന്. ഞാൻ പല രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോഴും അവർ കമ്പയർ ചെയ്യുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരെ വെച്ചിട്ടാണ്. അവരൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അമ്മ എന്താണ് ഇങ്ങനെ പുസ്തകം കൊണ്ടൊക്കെ ഇരിക്കുന്നത്, അമ്മ എന്താ. ഞാൻ രാത്രി പഠിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ ഒരു 10 മണിയാകുമ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ മോള് വന്ന് പറയും, അമ്മ കുറച്ച് നേരം ഒന്ന് എൻ്റെ കൂടെ കിടക്കാൻ പറയും, ഞാനൊന്ന് ഉറങ്ങിയിട്ട് പോകാൻ പറയും. അങ്ങനെ ആ ബുക്കൊക്കെ അടച്ച് വെച്ച് ഞാൻ അവളുടെ കൂടെ ഒപ്പം ചെന്ന് കിടക്കും. ആദ്യം ഉറങ്ങുന്നത് ഞാനായിരിക്കും. പിന്നെ രാവിലെ ആകുമ്പോൾ ഇതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ നോക്കുമ്പോൾ എണീക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നമ്മളുടെ പ്രസൻസ് അവരുടെ അടുത്തില്ല എന്ന് അവരറിയുമല്ലോ. അപ്പോൾ വന്ന് പറയും, അമ്മ എൻ്റെ കൂടെ കുറച്ചും കൂടെ കിടക്കാമോ. സോ ഇങ്ങനെ ആ ഒരു മദർ എന്നുള്ള റോളായിരുന്നു എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിരുന്നത്. പിന്നെ വേറെ ഏതൊരു സ്ത്രീയും അഭിമുഖീകരിക്കുന്ന എല്ലാ ഡിഫിക്കൽട്ടീസും എനിക്കും ഉണ്ടായിരുന്നു. ശരി, മക്കൾ ഇങ്ങനെ പറയുന്ന കേട്ടപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു റാങ്ക് കിട്ടി, അമ്മയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു, മക്കൾ ഇപ്പോൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? ഈ ഒരു എത്രത്തോളം വലിയ വിജയമാണ് അമ്മ നേടിയെന്ന് പത്രത്തിൽ ഫോട്ടോ വരുന്നു, വാർത്തകൾ വരുന്നു. ഇപ്പോൾ അവരുടെ പ്രതികരണം എന്താണ്? ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു റിക്വസ്റ്റാണ് എൻ്റെ അടുത്ത്, എല്ലാ ഇൻ്റർവ്യൂസിലും അവരുടെ പേര് പറയണം. കാര്യം അവരുടെ പേര് പത്രത്തിൽ വരുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴും അവരുടെ അമ്മ നല്ലൊരു എക്സാം ക്ലിയർ ചെയ്തു എന്നുള്ളതിനേക്കാളും അവർക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതെ, താങ്കളുടെ നമ്മളിപ്പോൾ സ്ത്രീ എന്ന രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ താണ്ടിയ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും താങ്കളുടെ ഒരു പ്രത്യേകത എന്ന് ഞാൻ കേൾവി പരിമിതി എന്നാണ് നമ്മൾ പറയാറുള്ളതെങ്കിൽ പോലും അത് പോസിറ്റീവായി തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും താങ്കൾക്ക്? ഡെഫിനറ്റ്ലി അതെനിക്ക് പോസിറ്റീവായിട്ടുണ്ട്. കാര്യം ഒരുപാട് കാര്യങ്ങൾ ഞാൻ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ എനിക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ മിക്ക കാര്യങ്ങളും എനിക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങളാണെങ്കിൽ ഞാനത് ശ്രദ്ധിക്കാൻ പോകാറില്ല. അപ്പം എൻ്റെ ലോകം കുറച്ചും കൂടെ
ക്വയറ്റാണ്. പിന്നെ ആ ഒരു സൈലൻസ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കുള്ള ഒരു സംശയമായിരിക്കാം ഈ എത്രത്തോളമാണ്, എത്ര ശതമാനമാണ് ഈ കേൾവിക്കുറവ് എന്നൊക്കെ ഉള്ളത്. ഒപ്പം ജന്മന കേൾവിക്കുറവ് ഉണ്ടായിരുന്നതാണോ, അതിനെക്കുറിച്ചുകൂടി ഒന്ന് പറയാമോ? അല്ല, എനിക്ക് ജന്മന ഉണ്ടായിരുന്നൊരു പ്രശ്നമല്ല ഇത്. പക്ഷേ എപ്പോഴത്തൊട്ട് തുടങ്ങിയെന്നും എനിക്കറിയാൻ വയ്യ. കാരണം അത് ഗ്രാജുവലി ഓരോ ഹൈ ഫ്രീക്വൻസി സൗണ്ടുകളിങ്ങനെ കേൾക്കാതായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണിത് ശരിക്കും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരുപാട് സൗണ്ടുകൾ ഞാൻ മിസ് ചെയ്യും, ഒരുപാട് ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റില്ല. എന്നാൽ ഒരാൾ മുഖത്ത് നോക്കി അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അതിന് അവരുടെ ലിപ്പ് മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കി വെച്ച് എനിക്ക് നന്നായിട്ട് പ്രതികരിക്കാൻ പറ്റും. അതെ, ഒരുപാട് പേർക്ക് പ്രചോദനമാണ് നിസ. എങ്കിലും ഇങ്ങനെ പരിമിതികളുള്ള ആളുകളും ഇത് കാണുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അത്തരം ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിലോ, വാട്സപ്പ് ഗ്രൂപ്പുകളോ, നിങ്ങളുടെ കൂട്ടായ്മകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാൻ പൊതുവെ ഒരു സോഷ്യൽ മീഡിയയിലും അധികം ആക്റ്റീവ് അല്ല. ഞാൻ ഫേസ്ബുക്കിലോ അങ്ങനെ ഒന്നിലും ഇല്ല. വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലും ഞാനില്ല. അപ്പോൾ ഏതൊരു ഗ്രൂപ്പിൽ കയറിയാലും എനിക്കതൊട്ടും കംഫർട്ടബിൾ അല്ല ഒരുപാട് പേരുടെ കൂടെ ഇങ്ങനെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി കുറച്ചൊക്കെ ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. അത്ര അത്യാവശ്യമെങ്കിൽ മാത്രമേ ഞാനൊരു ക്രൗഡിൻ്റെ മുമ്പിൽ പോയി സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്രൗഡായിട്ടുള്ളൊരു പ്ലേസിൽ പോകാറേ. സോ അതങ്ങനെ ഒരു കൂട്ടായ്മയൊന്നും ഇല്ല. വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ, വളരെ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അവരോട് അങ്ങനെ ഗ്രൂപ്പിലൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നും ഇല്ല. പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, സോഷ്യൽ മീഡിയയിൽ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഈ സമയം കൊല്ലിയാണ് സോഷ്യൽ മീഡിയ എന്ന് പരക്കെ ഒരു ആക്ഷേപമുണ്ട്. എന്താണ് നിസയ്ക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള അഭിപ്രായം? സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അവസാനമായിട്ട് അത് ഉപയോഗിക്കുന്നത് ഒരു 2018 ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അൽഗോരിതത്തിൻ്റെ പ്രത്യേകതയാകാം. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള, നമ്മളുടെ ഒരു ബിലീഫിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള കൂടുതൽ ഫീഡുകളായിരിക്കും നമുക്ക് പിന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മളുടെ ഒപ്പീനിയൻസും നമ്മളുടെ ചിന്തകളും ഒക്കെ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിൽ നിന്ന് മാറി ഒരു ബയാസ്ഡ് സ്റ്റേറ്റ് ആകുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ചിന്താഗതി ആ ഒരു രീതിയിൽ മാറുന്നത് എനിക്ക് അത്ര ഇഷ്ടം ആയിരുന്നില്ല. സോ നമ്പർ 1 റീസൺ ഞാൻ അതിൽ നിന്ന് മാറാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എൻ്റെ ഒപ്പീനിയൻസ് വളരെ അങ്ങനെ ആകാൻ തുടങ്ങി. ഞാൻ റിയാലിറ്റീനെ റിയാലിറ്റി ആയിട്ട് കാണാതെ എൻ്റെ ഒരു കണ്ണിൽ കൂടെ കാണാൻ തുടങ്ങി. സോ അതാണ് എൻ്റെ മെയിനായിട്ട് അതിൽ നിന്ന് മാറാൻ കാര്യം. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഒട്ടും എഗൻസ്റ്റ് ഒന്നുമല്ല, എനിക്കത് അത്ര ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ. ഈ 40-ാം വയസ്സിലാണ് ഈ നേട്ടം എന്ന് പറയുമ്പോൾ അതിനും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതും. ഈ പ്രായവും പഠനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിസയ്ക്ക് തോന്നുന്നുണ്ട്? ഈ പ്രായത്തിൽ പഠിച്ചതിനെ കുറിച്ചൊക്കെ വലിയ വാർത്തകളൊക്കെ വന്നതാണല്ലോ. അപ്പോൾ ഈ പ്രായവും പഠനവും തമ്മിൽ എന്താണ് ഒരു ബന്ധം താങ്കൾ കരുതുന്നത്? പ്രായവും പഠനവും തമ്മിൽ കുറച്ചൊക്കെ ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യമെന്ന് വെച്ചാൽ നമ്മളുടെ യങ് ഏജിൽ, ആ യൂത്തിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും. ചിലപ്പോൾ നമ്മൾ മാരീഡ് ആയിരിക്കത്തില്ല, നമ്മളൊരു അമ്മയായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മൈൻഡ് കുറച്ചും കൂടെ ഒരു ഫ്രഷ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആ പഠനകാലങ്ങളിലെന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് ഉടനെ നമ്മൾ പഠിത്തത്തിലോട്ട് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ബ്രേക്കില്ല, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആ ഒരു ടച്ചുണ്ട് നമ്മളുടെ പഠിത്തവുമായിട്ട്. സോ പ്രായം കടന്നു പോകുന്തോറും നമ്മളുടെ റിയാലിറ്റിയുമായിട്ടുള്ള ഒരു റിയാലിറ്റി അല്ല, നമ്മളുടെ ഒരു സിറ്റുവേഷൻസ് മാറും, കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് വരും, കുറച്ചും കൂടെ സ്വാതന്ത്ര്യം കുറയും, ഒരുപാട് പേരുടെ ഒപ്പീനിയൻസ് കേൾക്കേണ്ടി വരും. സോ നമ്മളുടെ മൈൻഡിൽ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ, അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് വെക്കാനായിട്ട്.
ആ സ്പേസ് തന്നെ കുറേ പ്രോബ്ലംസ് എടുക്കും, കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ നോയ്സ് കൂടുന്നവരും തോന്നാറുണ്ട് നമ്മളുടെ മൈൻഡിൽ ആ ഒരു പ്രായം കൂടുന്തോറും. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റീസൊക്കെ നമുക്ക് നമ്മളുടെ പഠിത്തത്തിൽ നിന്ന് കുറച്ചൊക്കെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി, നേരത്തെ പറഞ്ഞിരുന്നു നിസ 45 മിനിറ്റോളം ട്രെയിനിൽ കിട്ടും, അതായിരുന്നു പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത്. എങ്കിലും പഠനത്തിൻ്റെ ഒരു സമയക്രമം ഡെയിലി എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? എൻ്റെ പഠനം എന്ന് പറയുന്നത് വളരെ അൺസ്ട്രക്ചേർഡ് ആയിരുന്നു. അത് തന്നെയാണ് എനിക്ക് ഇത്ര റാങ്ക് പിന്നോട്ടാവാനും കാര്യം. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടൊരു ടൈം ടേബിൾ വെച്ചിട്ടുള്ള ഒരു പഠനമല്ലായിരുന്നു എൻ്റെത്. എൻ്റെ പഠനം ബേസിക്കലി ന്യൂസ് പേപ്പേഴ്സ് ആയിരുന്നു. 1-2 പത്രങ്ങൾ വായിക്കുമായിരുന്നു മെയിനായിട്ട് ചെയ്തിരുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലിയുമായിട്ട് ഞാനൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് നേരിട്ട് ഇടപഴകാനും അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു കാര്യമാണ് ഞാൻ മെയിനായിട്ട് ചെയ്തത്. ഒരു കൺവെൻഷണൽ രീതിയിലുള്ളൊരു പഠനം എനിക്ക് സാധ്യമായിരുന്നില്ല. സോ യാത്രക്കിടയിലുള്ള പഠനം, പിന്നെ ജോലിയുമായിട്ട് ആ ചെയ്യുന്ന ജോലി എന്നെ ശരിക്കും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫീൽഡ് ഓഡിറ്റ് പാർട്ടിയിലായിരുന്നു. സോ ഈ പോകുന്നതിനിടയ്ക്ക് തന്നെ പല ഓഫീസുകൾ എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി, ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഈ എക്സ്പീരിയൻസ് എൻ്റെ ഇൻ്റർവ്യൂവിനായിരുന്നാലും എൻ്റെ മെയിൻസിനായിരുന്നാലും എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ജോലി. ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയ സമയമാണ്. എങ്കിലും ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു അഭിനന്ദനം, പ്രത്യേകിച്ച് ശശി തരൂർ ഒക്കെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താങ്കളെക്കുറിച്ച്. അതിനെക്കുറിച്ച് പറയാനെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് അങ്ങനെ വലിയ അച്ചീവ്മെൻറ്റ്സ് ഒന്നും ഉള്ള ഒരാളല്ല. അപ്പോൾ എനിക്ക് കോംപ്ലിമെൻറ്റ്സ് ഒന്നും അധികമൊന്നും കിട്ടിയിട്ടുമില്ല. സോ ഈ ഇത്രയും അധികം 1000ാമത്തെ റാങ്ക് കിട്ടുമ്പോൾ പോലും എനിക്കൊരു ചെറിയ ചമ്മലുണ്ടായിരുന്നു. ഇത്രയും താഴോട്ടാണല്ലോ റാങ്ക്, ഇനി എല്ലാവരും എന്നെ കളിയാക്കുമായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത്രയധികം കോംപ്ലിമെൻറ്റ്സും കിട്ടുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എസ്പെഷ്യലി തരൂർ സാറ് അത് ട്വീറ്റ് ചെയ്യുമെന്നൊന്നും ഞാൻ നോട്ട് ഈവൻ ഇൻ മൈ ഡ്രീംസ് ഒരിക്കലെങ്കിലും തരൂർ സാറ് നിസ ഉണ്ണിരാജൻ എന്നൊരു പേര് കേക്ക് പോലും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ കിട്ടിയ കോംപ്ലിമെൻറ്റ്സിൽ എനിക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. പക്ഷേ തരൂർ സാറിൻ്റെത് ഒന്നുകൂടി പ്രിയപ്പെട്ടതാണ്. അതെ, സ്വപ്നത്തെക്കുറിച്ചാണ് നിസ പറഞ്ഞത്. എന്താണ് സ്വപ്നം എന്ന് ചോദിച്ചാൽ അതൊന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ സൊസൈറ്റിക്കായിട്ട് എന്ത് ചെയ്യണമെന്നാണ് നിസ ആഗ്രഹിക്കുന്നത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യണമെന്നുണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾ, എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് എനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വിജയം കൊണ്ട് കുറച്ചെങ്കിലും സ്ത്രീകളെ എനിക്കൊന്ന് ഇൻസ്പയർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അതായത് കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, തൻ്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ, എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എങ്ങനത്തെ സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിലും, യു സ്റ്റാർട്ട് വെറെവർ യു ആർ വിത്ത് വാട്ട് എവർ യു ഹാവ്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഓരോ സ്ത്രീകളും അവരുടെ സ്വപ്നങ്ങളിലോട്ട് പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് നടക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് അങ്ങനെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇൻസ്പയർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായിട്ടും നിസ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.